KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ വണ്ടൂരിന്റെ ജനനായകൻ ശ്രീ എ.പി. അനിൽകുമാർ MLA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കനായ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വടകരയുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MP അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ഇന്ദിരാഭവനിലെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് തത്സമയം നമ്മൾ കാണുന്നത്. KPCC അധ്യക്ഷനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചുമതലയേൽക്കാൻ പോകുന്നു. UDF കൺവീനറായി അടൂർ പ്രകാശും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന A.P. അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരും ചുമതലയേൽക്കുന്നു. KPCC നയിക്കാൻ പുതിയ ടീമാണ് ഇപ്പോൾ ചുമതലയിലേക്ക് എത്തുന്നത്. ആവേശകരമായ സ്വീകരണം അവിടെ പ്രവർത്തകരും മറ്റു നേതാക്കളും ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് KPCC ആസ്ഥാനം നടക്കുന്നത്. സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ K. സുധാകരനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഹരികൃഷ്ണനാണ് ഇന്ദിരാഭവൻ എന്നുള്ള വിവരങ്ങളുമായി ചേർന്ന്. ഹരി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. രമേശ് ചെന്നിത്തലയെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പുതിയ ടീമിൽ എത്രത്തോളം പ്രതീക്ഷയാണ് പ്രവർത്തകരും നേതാക്കളും പങ്കുവയ്ക്കുന്നത്? ഈ സ്ഥാനാരോഹണ ചടങ്ങ്, ആ ചടങ്ങ് ഏത് തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഒരുപാട് ഉത്തരവാദിത്തങ്ങളോടുകൂടിയാണ് പുതിയ ടീം KPCCയിൽ ചുമതലയേൽക്കാൻ എത്തിയിരിക്കുന്നത്. അതായത് 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ഈ ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായകം, ഈ പാർട്ടിയെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതൊക്കെ വരാനിരിക്കുന്നു. അതിനു മുന്നോടിയായി ഈ ഒരു ടീം എത്രത്തോളം പാർട്ടിയെ ഒപ്പം നിർത്തി, പാർട്ടിയിലെ നേതാക്കളെയും അണികളെയും ഒക്കെ ഒപ്പം നിർത്തി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് കാണാനിരിക്കുകയാണ് പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.